ഗുരുസാഹിതിയിലേക്ക് എല്ലാ ആത്മമിത്രങ്ങൾക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുകൃതങ്ങളായ കൃതികളിൽ ലോകപ്രസിദ്ധി നേടിയ ഒരു പ്രാർത്ഥനാകൃതിയാണ് ദൈവദശകം. 100-ൽ പരം ലോക ഭാഷകളിലേക്ക് ഈ കൃതി മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവദശകത്തിൻ്റെ ഒരു ധ്യാന മനന സാക്ഷാത്കാര മാതൃകയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദൈവ ഉപനിഷത്താണ് ദൈവദശകം. 10 ശ്ലോകങ്ങളടങ്ങുന്ന കൃതി എന്നാണ് ദശകമെന്ന പദത്തിൻ്റെ വാഗർത്ഥം. ഗുരുകൃതമായ ദൈവദശകത്തിൻ്റെ ഘടന സമൂഹ പ്രാർത്ഥനയുടേതാണെങ്കിലും ഔപനിഷദമായ അന്തർദീപ്തിയാണ് ഈ കൃതിയിൽ ദർശിക്കാൻ സാധിക്കുന്നത്. സർവത്ര സർവ്വതിലും നിറഞ്ഞ് കുടികൊള്ളുന്ന, സർവ്വതുമായി ഭാസിക്കുന്ന, സർവകവും സർവാന്തരസ്ഥിതവും സർവവ്യാപിയും വിശ്വകാരണവും വിശ്വാകാരവും വിശ്വസ്വരൂപവുമായ ഏകവും അഖണ്ഡവും അദ്വയവുമായ പരംപൊരുളിനെയാണ് ഗുരുദേവൻ ഈ കൃതിയിൽ ദൈവമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവദശകമെന്ന പദത്തിന് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട 10 പ്രാർത്ഥനാഗീതമടങ്ങുന്ന കൃതി എന്ന അർത്ഥകൽപ്പന മാത്രമല്ല ഉള്ളത്. ദിഗ്ദശകപ്പൊരുൾ അഥവാ 10 മഹാദിഗന്ധങ്ങളുടെ വ്യാപ്തിക്കകവും പുറവും തിങ്ങി വിങ്ങി വിരാജിക്കുന്ന ദൈവതത്വപ്പൊരുൾ എന്ന വിശാലമായ അർത്ഥകൽപ്പന നൽകിയാണ് ഗുരുദേവൻ ദൈവദശകം രചിച്ചത്. ദൈവദശകത്തിലൂടെ ഗുരുദേവൻ ചൂണ്ടിക്കാണിക്കുന്ന ദൈവം മതസങ്കല്പങ്ങളിലെ ദൈവമല്ല. നിരാകാരനും നിർഗുണനും ജ്ഞാനാഗ്നി സ്വരൂപനുമാണ് ഗുരു ദൈവദശകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവദശകം ഒരു മതാതീത പ്രാർത്ഥനാകൃതിയുടെ നിലവാരത്തിലേക്ക് ഉയർന്നത്. ഇതൊരു സർവമത പ്രാർത്ഥനയായിരിക്കുമ്പോൾ തന്നെ ലക്ഷണയുക്തമായൊരു ദൈവ ഉപനിഷത്ത് കൂടിയാണ്. ഗുരുശിഷ്യ സംവാദ രൂപേണയുള്ള ജ്ഞാനസാക്ഷാത്കാര മാതൃകകളാണ് മിക്ക ഉപനിഷത്തുകളിലും കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവദശകത്തിൽ അത്തരത്തിലുള്ള ഒരു സാക്ഷാത്കാര മാതൃകയല്ല ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. ദൈവദർശനം സിദ്ധിച്ച ഒരു ദൈവജ്ഞൻ്റെ സ്വാത്മഗതങ്ങളാണ് ദൈവദശകത്തിൽ മന്ത്രണധ്വനി വിശേഷമായി മുഴങ്ങി കേൾക്കുന്നത്. ഈ കൃതിയിലെ ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻപദം എന്ന പ്രഥമ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ സാത്മഗത രൂപേണ മൊഴിഞ്ഞ ജ്ഞാനാമൃതം പാനം ചെയ്യാൻ സുഹൃതികൾക്ക് മാത്രമേ സാധിക്കൂ. ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന നിർവ്യാജമായ പ്രാർത്ഥനയോടുകൂടിയാണ് ദൈവദശകം ഉപസംഹരിച്ചിരിക്കുന്നത്. ഗുരുകൃതമായ ദൈവദശകം അർത്ഥമറിഞ്ഞ് നിത്യേന ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ ശ്രേയസ്സും പ്രേയസ്സും നേടിയെടുക്കാനും ജീവിതം ശാന്തിപൂരിതവും സാർത്ഥകവുമാക്കി തീർക്കാനും സാധിക്കുന്നതാണ്. ദൈവദശകം എന്ന ശീർഷകത്തോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് രചിച്ചു തന്നിട്ടുള്ള ദൈവ ഉപനിഷത്ത് എങ്ങനെയാണ് ധ്യാനാത്മകമായി ആലപിക്കേണ്ടത് എന്നുള്ളത് ഒരു മാതൃക ഇവിടെ അവതരിപ്പിക്കുകയാണ്. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ജിക്ക് ഒരാവി വൻതോണി നിൻപദം, ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുകൊൾ ഉള്ളം നിന്നിലസ്പന്ദമാകണം, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ
ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയോക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു. ജയിക്കുക ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഇനി നമുക്ക് ദൈവദശകം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് കിടക്കാം. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻ പദം. ദൈവമേ, അങ്ങ് ഞങ്ങളെ കൈവിടാതെ ഇങ്ങ് കാത്തുകൊള്ളുക. ഭവാബ്ധിക്ക് നിൻ പദം ഒരു ആവി വൻതോണി, നീ നാവികൻ. ദൈവമേ എന്ന സംബോധനയോടുകൂടിയാണ് ഈ കൃതി സമാരംഭിക്കുന്നത്. അങ്ങ് ഞങ്ങളെ കൈവിടാതെ ഇങ്ങ് കാത്തുകൊള്ളുക എന്ന പ്രാർത്ഥനയാണ് സംബോധനയ്ക്ക് ശേഷം നടത്തിയിരിക്കുന്നത്. തുടർന്ന് ദൈവത്തിൻ്റെ പദവിയും ബിംബസ്വരൂപവും വാഴ്ത്തിയിരിക്കുന്നു. ദിവ് എന്ന ശബ്ദധാതുവിൽ നിന്നും നിഷ്പദിച്ചുണ്ടായ ദൈവം എന്ന പദത്തിൻ്റെ വാഗർത്ഥം പ്രകാശസ്വരൂപൻ എന്നാണ്. പ്രകാശം അറിവിൻ്റെ പ്രതീകമായതുകൊണ്ട് ദൈവം ജ്ഞാനസ്വരൂപനാണ്. അറിവ് വടിവാർന്ന ജ്ഞാനത്തേജോ രൂപനായ പുരുഷനാണ് ദൈവദശകത്തിലെ ദൈവം. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പദത്തെ ഭവാബ്ധി അഥവാ ജീവിത കടൽ തരണം ചെയ്യാനുള്ള ആവിക്കപ്പലായും ദൈവത്തെ കപ്പിത്താനായും ഭാവന ചെയ്തിരിക്കുന്നു. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വൻതോണി നിൻ പദം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ രണ്ടാം പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. നാവികൻ എന്ന പദം ദൈവത്തിൻ്റെ പദവിയെയും ആവി വൻതോണി അഥവാ ആവി കപ്പൽ എന്ന പദം ദൈവത്തിൻ്റെ സ്വത്വമൂല്യത്തെയുമാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. ഭവിക്കപ്പെട്ടിട്ടുള്ള അഥവാ ആവിർഭൂതമായിട്ടുള്ള സർവ്വതിൻ്റെയും ആകത്തുകയാണ് ഭവാബ്ധി. സംവിത് സാഗരം, സംസാര സാഗരം, ജീവിത കടൽ എന്നൊക്കെ പറയുന്നത് എന്തിനെയാണോ അത് തന്നെയാണ് ഭവാബ്ധി. നാം ഉൾപ്പെടെയുള്ള സർവ്വതും ഭവാബ്ധിയിൽപ്പെടുന്നവയാണ്. ആവിർഭാവ തിരോഭാവങ്ങളുടെ നൈരന്തര്യം അഥവാ ഉണ്ടായി മറയലുകളുടെ ഇടമുറിയാത്ത പ്രവാഹം എന്നും ഭവാബ്ധിയെ നിർവചിക്കാവുന്നതാണ്. ഈ പ്രവാഹത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ സത്തകളുടെ ഉണ്മയായി ദൈവത്തെ ഭാവന ചെയ്തിരിക്കും. അറിവിൻ്റെ രൂപത്തിലല്ലാതെ മറ്റൊരു തരത്തിലും ദൈവത്തെ വെളിപ്പെടുത്തി അറിയാൻ സാധ്യമല്ല. ഒരു ആവിവൻ തോണി എന്ന പ്രയോഗത്തെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. പദം എന്ന വാക്കിന് പദവി എന്ന അർത്ഥം കൽപ്പിക്കുമ്പോൾ സംവിത് സാഗര പൊരുളായി വിരാജിക്കുന്ന ഏകവും അദ്വയവുമായ പൊരുളാകുന്നു ദൈവമെന്ന അർത്ഥം സിദ്ധിക്കും.
ആവിർഭാവ തിരോഭാവങ്ങൾ അഥവാ ഉണ്ടായി മറയലുകൾ ഏകമായ പരമ്പൊരുളിൻ്റെ വിവർത്തങ്ങൾ മാത്രമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചനാടകമാടുന്ന പരമ്പൊരുളായ ദൈവത്തിൽ നിന്നും അന്യമായി ഇവിടെ ഒന്നും തന്നെയില്ല. സംവിത് സാഗരം ജീവിത കടലായി നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെ എന്നിനി പരിശോധിച്ചു നോക്കാം. സ്ഥിര, കാറ്റ്, ആഴം, ചുഴികൾ, സമുദ്രജല പ്രവാഹങ്ങൾ, സമുദ്രത്തിനുള്ളിലെ ബഹുസഹസ്രം ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം കടലിൻ്റെ സ്വത്വസ്വരൂപതയുടെ ഭാഗങ്ങളാണ്. ഈ പറഞ്ഞ പ്രകൃതികൃതങ്ങളായ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാതെ കടൽ നീന്തി കടക്കാൻ സാധ്യമല്ല. ഭാഗ്യവും പ്രകൃതിയുടെ കനിവുമുള്ളവർക്ക് മാത്രമേ കടലിൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ സാധിക്കൂ. പ്രകൃതി നിയതി ആർക്കും അനുകൂലമോ പ്രതികൂലമോ അല്ല. ഏതു പ്രതികൂല സാഹചര്യത്തെയും അതിജീവന കലയിലൂടെ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കുന്നതാണ്. അവിവേകം ഏത് അനുകൂല സാഹചര്യത്തെയും പ്രതികൂലമാക്കി തീർക്കുകയും ചെയ്യും. മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വജീവികൾക്കും ജന്മസിദ്ധമായ അതിജീവന കല വശമാണ്. എന്നാൽ അത് അവസരോചിതമായി പ്രയോഗിക്കാനുള്ള ബുദ്ധി എല്ലാവർക്കുമില്ല. മേധാശക്തി വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കാനുള്ള സിദ്ധിയെയാണ് ദൈവാനുഗ്രഹമെന്ന് പറയുന്നത്. ദൈവം ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനപ്രഭാവിതമായ ബുദ്ധിയുടെ നിറവായി ദൈവാനുഗ്രഹത്തെ മനസ്സിലാക്കേണ്ടതാണ്. പ്രതികൂലവും അപകടകരവുമായ എന്തിനേയും മറികടക്കാനുള്ള അറിവിൻ്റെ നിറവിനു വേണ്ടിയുള്ള പ്രാർത്ഥന പ്രായോഗിക അദ്വൈതാനുഭൂതിക്ക് വേണ്ടിയുള്ള നിർവ്യാജമായ ഇച്ഛാശക്തിയുടെ പ്രകടനമാണ്. ഉത്തമ ഭക്തിയും കറതീർന്ന ദൈവവിശ്വാസവും ഈ അർത്ഥത്തിലാണ് രക്ഷയായി ഭവിക്കുന്നത്. താപോർജ്ജത്താൽ പ്രവർത്തിക്കപ്പെടുന്ന കപ്പലാണ് ആവി വൻതോണി അഥവാ ആവിക്കപ്പൽ. കൈത്തുഴകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തോണി കടൽക്കാറ്റിൻ്റെ ഗതി മറികടക്കാൻ പര്യാപ്തമല്ല. എന്നാൽ യന്ത്രക്കപ്പലിനെ കപ്പിത്താൻ്റെ ഇച്ഛാശക്തിക്കനുസൃതമായി നയിക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും യന്ത്രത്തകരാറുകളും നിർമ്മാണ പിഴവുകളും ഇന്ധനത്തിൻ്റെ അഭാവവുമൊക്കെ കപ്പിത്താൻ്റെ ഇച്ഛാശക്തിയെ നിർവീര്യമാക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പറഞ്ഞ പ്രതികൂല ഘടകങ്ങളെല്ലാം അറിവിൻ്റെ നിറവില്ലായ്മയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ദൈവം തന്നെ കപ്പലായും കപ്പിത്താനായും ഉണ്ടെങ്കിൽ ആ കപ്പലിലെ യാത്രയും യാത്രക്കാരും എപ്പോഴും സുരക്ഷിതരായിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കറതീർന്ന അറിവിൻ്റെ വിലാസമുള്ളവർക്ക് ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാനുള്ള ഭാഗ്യം കൈവന്നു ചേരുന്നതാണ്. ഈ പ്രാർത്ഥനാമന്ത്രത്തിൽ ദൈവത്തെയും ഭവാബ്ധിയെയും ഭവസാഗര തരണ യാത്രയെയും ആവിക്കപ്പലിനെയും കപ്പിത്താനെയും യാത്രികരെയുമെല്ലാം ജ്ഞാനസ്വരൂപതയോടുകൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അറിവിൻ്റെ രൂപത്തിൽ സർവത്തെയും സാക്ഷാത്കരിച്ചെടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിയാണ് ഈ പ്രാർത്ഥനയിലൂടെ ഊതി പെരുക്കപ്പെടുന്നത്. പ്രാർത്ഥനയിലൂടെയും ജ്ഞാനോപാസനയിലൂടെയും പ്രായോഗിക അദ്വൈതം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയുള്ള ധ്യാന മാതൃകയാണ് ഗുരുദേവൻ ഉപദേശിച്ചിരിക്കുന്നതെന്ന് സാരം. ഇനി രണ്ടാമത് ശ്ലോകത്തിലേക്ക് കടക്കാം. ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിതും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിതും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി ഓരോന്നോരോന്നായി എണ്ണി എണ്ണി സംഖ്യാബോധം ഉറപ്പിച്ചെടുക്കാൻ പര്യാപ്തമാകും വിധത്തിൽ തിട്ടപ്പെടുത്തി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ തൊട്ട് എണ്ണി നീക്കുന്ന വസ്തു തീർന്നു കഴിയുമ്പോൾ നിന്നിടും ദൃക്കുപോൽ എത്തിച്ചേരുന്ന ബോധനില പോലെ
ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം, മനസ്സു നിന്നിൽ ചലനമറ്റ് പ്രതിഷ്ഠിതമാകണം. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ദൈവമേ, എണ്ണം തിട്ടപ്പെടുത്താനായി ഓരോന്നായി തൊട്ടെണ്ണി നീക്കിവെക്കുന്ന വസ്തുവിൻ്റെ ശേഖരം തീർന്നു കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന ബോധനില പോലെ മനസ്സ് ചാഞ്ചല്യമറ്റ നിലയിൽ നിന്നിൽ പ്രതിഷ്ഠിതമായി തീരണം. ദൈവത്തെ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി ദർശിക്കാനുള്ള മാർഗമാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. എണ്ണമറ്റ പ്രാപഞ്ചിക പ്രതീതികൾ ജനിപ്പിച്ചുകൊണ്ട് വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളാണ് ദൈവം. അക്കാര്യം സംശയാതീതമായി ബോധമണ്ഡലത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രാപഞ്ചിക വസ്തുക്കളെ ഓരോന്നായി സൂക്ഷ്മ പരിശോധന നടത്തി അവയുടെ സ്വത്വസ്വരൂപതയിലെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായി പിരിഞ്ഞു നിൽക്കുന്ന കാര്യസത്തെ വിചാരം ചെയ്തറിയേണ്ടതുണ്ട്. ഗണിതശാസ്ത്രത്തിലെ പ്രാഥമിക പാഠങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എണ്ണൽ വിദ്യയാണല്ലോ ആദ്യം പഠിപ്പിക്കുന്നത്. മഞ്ചാടിക്കുരുവോ കുന്നിക്കുരുവോ ഉരുളൻകല്ലുകളോ കൂട്ടിവെച്ച ശേഷം അതിൽ നിന്നും ഓരോന്ന് തൊട്ടെണ്ണി മാറ്റി എണ്ണം പഠിപ്പിക്കുന്ന രീതിയായിരുന്നു മുൻകാലങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. ഈ എണ്ണൽ വിദ്യയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ശ്ലോകത്തിലെ മനന മാതൃക. ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും എണ്ണൽ വിദ്യ സ്വായത്തമാക്കി കഴിഞ്ഞാൽ പിന്നെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം തുടങ്ങിയ വിദ്യകൾ പരിശീലിക്കാൻ എളുപ്പമാണ്. ഇപ്രകാരം അടിസ്ഥാന ഗണിത വിദ്യകൾ ഓരോന്നായി വശപ്പെടുത്തി കഴിഞ്ഞാൽ ലോഗരിതം, ജാമിതീയം, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ ഗണിത വിദ്യകളും വശപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഗണിതശാസ്ത്ര വിദ്യാർത്ഥി അവലംബിക്കുന്ന പഠന മാതൃക സകല ശാസ്ത്രങ്ങളും പഠിക്കുന്നവർക്ക് പിന്തുടരാവുന്നതാണ്. ബ്രഹ്മവിദ്യയിൽ ഈ മാതൃകയുടെ പ്രയോഗവൽക്കരണം എങ്ങനെ ഫലപ്രാപ്തിയിലെത്തിക്കാമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാണപ്പെടുന്ന ഓരോന്നിനെയും പ്രത്യേകമായി പരിശോധിച്ച് അവയുടെ സ്വത്വഘടന മനസ്സിലാക്കാനായി സ്ഥൂല സൂക്ഷ്മ കാരണസത്തകളെ പരിശോധിച്ചു മുന്നേറുന്ന സ്വയം ബോധന പ്രക്രിയയാണ് ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് എന്ന പ്രയോഗത്തിലൂടെ ഗുരുദേവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രാപഞ്ചികതയുടെ പൊരുളകം സൂക്ഷ്മവിചാരം ചെയ്ത് നാനാത്വത്തിലെ ഏകത്വം സംശയാതീതമായി ഉറപ്പിച്ചെടുക്കുന്ന സത്യാന്വേഷകന് അദ്വൈത ബോധമുറച്ചു കിട്ടുന്നതാണ്. അതോടെ ഭേദചിന്തകൾ ഒഴിഞ്ഞ പ്രായോഗിക വിവേകബുദ്ധി സമാർജിച്ചെടുക്കാനും സാധിക്കും. പ്രായോഗിക അദ്വൈത സാക്ഷാത്കാരത്തിലൂടെ ജീവിതം സാർത്ഥകമാക്കി തീർക്കുവാൻ പ്രാപ്തിയുണ്ടാക്കി തരണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഏകവും അഖണ്ഡവും അദ്വയവുമായ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കാനും ആ സാക്ഷാത്കാരാനുഭൂതി കൈവിട്ടുപോകാതെ സൂക്ഷിക്കാനുമുള്ള പ്രാപ്തി നേടിയെടുക്കാൻ ധ്യാനിച്ചാൽ, അല്ലെ അതിനുവേണ്ടി സാധിച്ചാൽ ജീവിതം ആനന്ദകരമായി ഭവിക്കുക തന്നെ ചെയ്യും. അദ്വൈത ബുദ്ധി തെളിച്ച് ജ്ഞാനബലവും വിവേകവും പ്രദാനം ചെയ്യുന്നതിലൂടെ സാധകനെ സ്ഥിരപ്രജ്ഞനും സ്ഥിതപ്രജ്ഞനുമാക്കി ഉയർത്തുകയും ചെയ്യും. ആ നിലയിൽ എത്തിച്ചേരാനുള്ള നിർവ്യാജമായ ഇച്ഛാശക്തിയാണ് ജ്ഞാനസ്വരൂപനായ ദൈവത്തിൽ അചഞ്ചലമായ ഭക്തി ഉറച്ചു കിട്ടാനുള്ള പ്രാർത്ഥനാരൂപത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നവസ്ത്രാദി, ആഹാരം, വസ്ത്രം മുതലായവ മുട്ടാതെ തന്നു രക്ഷിച്ച്, മുടങ്ങാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന, ഞങ്ങളെ ധന്യരാക്കി തീർക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ.
നീ ഒരാൾ മാത്രമാണ് ഞങ്ങളുടെ തമ്പുരാൻ. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം: ദൈവമേ, ആഹാരം, വസ്ത്രം മുതലായവ മുടങ്ങാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന ഏകനും അഖണ്ഡ സ്വരൂപനുമായ നീ തന്നെയാണ് ഞങ്ങളുടെ തമ്പുരാൻ. തമ്പുരാൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം രക്ഷകൻ എന്നാണ്. വ്യവസ്ഥാപിത സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് മനുഷ്യർ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ചേരുന്ന വ്യവസ്ഥാപിത ജീവിതം നയിക്കുന്ന മനുഷ്യർ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനും അന്നവസ്ത്രാദികളുടെ ഉൽപ്പാദനം, വിതരണം, ശേഖരണം, സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളുടെ നിർവഹണത്തിനും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും വിദ്യാലയങ്ങളും ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളുമൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിനും മറ്റുമായി വ്യവസ്ഥാപിത സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രാജവാഴ്ച നിലനിന്നിരുന്ന കാലത്ത് ഭരണകർത്താക്കളെ അന്നദാതാക്കളായ പൊന്നുതമ്പുരാന്മാർ എന്നാണ് പ്രജകൾ വാഴ്ത്തിയിരുന്നത്. അത്തരം വാഴ്ത്തലുകൾ നിരർത്ഥകങ്ങളും അർത്ഥശൂന്യങ്ങളുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഭരണക്കാരെന്നും ഭരിക്കപ്പെടുന്നവരെന്നുമുള്ള ഭേദം വ്യവസ്ഥിതികളുടെ സൃഷ്ടി മാത്രമാണ്. ഇരുകൂട്ടരും സംരക്ഷിക്കപ്പെടുന്നത് നൈസർഗിക പ്രകൃതിയുടെ അനുഗ്രഹത്താലാണ്. പ്രകൃതി പ്രതികൂലമായാൽ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഒരുപോലെ അരക്ഷിതരായിത്തീരും. പ്രജാരഞ്ജനമാണ് യഥാർത്ഥ രാജധർമ്മം. ഭൗതികവും ഭൗതികേതരവുമായ സുഖങ്ങളുടെ സമന്വയത്തിലൂടെ ഉരുവപ്പെട്ട് കിട്ടുന്ന ആനന്ദമാണ് പ്രജാരഞ്ജനം. അത് തികച്ചും ആത്മനിഷ്ഠമാണ്. ശരീരപ്രകൃതത്തിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ആഹാരപാനീയാദികളും വസ്ത്രവും പാർപ്പിടവുമൊക്കെ യഥേഷ്ടം ലഭ്യമാക്കിയാൽ മാത്രമേ പ്രജാരഞ്ജനം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ സാധിക്കൂ. പ്രായോഗിക ബുദ്ധിയും സമചിത്തതയും നിസ്വാർത്ഥതയുമൊക്കെ കൈമുതലായുള്ള രാജാക്കന്മാർക്ക് മാത്രമേ പ്രജാക്ഷേമതൽപരരായി ഭരണം നടത്താൻ സാധിക്കൂ. അറിവിൻ്റെ നിറവാണ് ഒരു രാജാവിനെ രാജ പദവിക്ക് യോഗ്യനാക്കി തീർക്കുന്നത്. ഈ അർത്ഥകൽപ്പനയുടെ വെളിച്ചത്തിൽ നല്ല രാജാക്കന്മാരെ പൊന്നുതമ്പുരാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അപാകതയില്ല. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ മനുഷ്യർ ഒഴികെയുള്ള ജീവജാലങ്ങളെല്ലാം പ്രകൃതിദത്തങ്ങളായ വസ്ത്രങ്ങളോടുകൂടിയാണ് ജനിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു കിട്ടുന്നതാണ്. പക്ഷികളുടെ തൂവലുകളും മൃഗങ്ങളുടെ രോമാവൃതമായ തൊലിയും മത്സ്യങ്ങളുടെ ചെതുമ്പലും ആമയുടെ ഓട്ടിയും അവയുടെ ജന്മസിദ്ധങ്ങളായ വസ്ത്രങ്ങളാണ്. മനുഷ്യന് നൈസർഗികമായ രക്ഷാകവചമില്ല. എന്നിരുന്നാലും ഏതു കാലാവസ്ഥയ്ക്കും യോജിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ധരിക്കാനുള്ള കല അവന് വശഗതമാണ്. മനുഷ്യൻ ഒഴികെയുള്ള ജീവികളെല്ലാം പ്രകൃതി നിയതിക്ക് വിധേയപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകുന്നവയാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. പ്രതികൂലമായ പ്രകൃതിയെ അനുകൂലമാക്കി തീർത്ത് ജീവിതം നയിക്കുന്നവരാണ് മനുഷ്യർ. അതിനവനെ സഹായിക്കുന്നത് അറിവാണ്. വനങ്ങളെ ഗ്രാമങ്ങളും നഗരങ്ങളുമാക്കി മാറ്റിയെടുക്കാനും മരുഭൂമികളെ ആവാസഭൂമികളാക്കി തീർക്കാനും കൃത്രിമ മഴ പെയ്യിക്കാനും കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ലോകത്തെ പഠിക്കാനും മനുഷ്യനെ പ്രാപ്തനാക്കി തീർത്തത് അറിവാണ്. കൃഷി ചെയ്തും കൃത്രിമമായും ആഹാരപാനീയാദികൾ ഉണ്ടാക്കുവാൻ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്. ശീതോഷ്ണാദികളെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ ഫലപ്രദമായ വിദ്യകൾ മനുഷ്യൻ വശപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇപ്പറഞ്ഞ വിദ്യകൾക്കെല്ലാം അധിഷ്ഠാനമായി വർത്തിക്കുന്ന അറിവിനെയാണ് ഗുരുദേവൻ തമ്പുരാനായി വാഴ്ത്തിയിരിക്കുന്നത്. മാനവരാശി ഇന്നോളം നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും ആശ്രയിച്ച് സമാർജിച്ചെടുത്ത നേട്ടങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മനനസിദ്ധിയും പുരോഗമനേച്ഛയും ജീവകാരുണ്യവും അതിജീവന ത്വരയും കർമ്മകുശലതയുമൊക്കെയാണ് മനുഷ്യനെ ഉത്കൃഷ്ടനാക്കി തീർക്കുന്നത്. ഇപ്പറഞ്ഞവയുടെ എല്ലാം പിന്നിൽ വർത്തിക്കുന്ന ചോദനാശക്തിയും ക്രിയാശക്തിയുമാണ് തമ്പുരാൻ്റെ ഭാവം പകർന്നാടുന്ന
ജ്ഞാനസ്വരൂപനായ ദൈവം പ്രായോഗിക അദ്വൈത ബുദ്ധിയിൽ ഉദിച്ചുയർന്ന അന്തർദർശന പുണ്യമാണ് ഗുരുവിൻ്റെ ദൈവം. ഇനി നമുക്ക് 4ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. ദൈവമേ, ആഴി, തിര, കാറ്റ്, ആഴമെന്നിവ എപ്രകാരമാണോ അപ്രകാരം തന്നെയാകുന്നു ഞങ്ങൾ, മായ, നിൻ മഹിമ, നീ എന്നീ ചതുഷ്ടയ സത്തയുടെയും നില എന്നുള്ള വസ്തുതാപരമായ സത്യം ബോധമണ്ഡലത്തിൽ പ്രതിഷ്ഠിതമായി തീരുമാറാകണമേ. ദാർശനിക നിറവുള്ളതും ഗഹനാർത്ഥപുഷ്ടവുമായ ഒരു പ്രാർത്ഥനയാണിത്. പ്രാപഞ്ചികതയിലെ നാനാവിധ പ്രകൃതി വൈവിധ്യങ്ങളെ ഏകവും അഖണ്ഡവുമായ പരംപൊരുളിൻ്റെ വിവർത്തങ്ങളായി ദർശിച്ച ഗുരുദേവൻ ആത്മഗത രൂപേണ ആ ദർശനത്തെ വാങ്മയ രൂപത്തിൽ ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഭൗതികതയെ ആത്മീയതയുമായി സമന്വയിപ്പിച്ച് ആനന്ദാനുഭൂതിയിൽ അമരാൻ ജ്ഞാനോപാസനയോളം പര്യാപ്തമായ മറ്റു മാർഗങ്ങളില്ല എന്നനുഭവിച്ചറിഞ്ഞ ഗുരുദേവൻ്റെ സ്വാനുഭവ സാക്ഷ്യം കൂടിയാണ് ഈ പ്രാർത്ഥനാ മന്ത്രം. ദൈവത്തെ കടലായി പ്രതീകവൽക്കരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വത്വപ്പെരുമയെ മനസ്സിലാക്കി തരാൻ വേണ്ടി വേദാന്ത ശൈലിയിലാണ് ഈ മന്ത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. കടൽ, തിര, കാറ്റ്, ആഴം എന്നിവ 4ആയി പിരിഞ്ഞു നിൽക്കുന്നതായി തോന്നുമെങ്കിലും വേർപെടുത്താനാവാത്ത ചതുഷ്ടയ സ്വത്വമാണ് കടലിൻ്റെ ഉണ്മ. ഭൂമിയുടെ ആഴത്തടങ്ങളിൽ തളം കെട്ടിക്കിടക്കുന്ന ജലശേഖരമാണ് ആഴി അഥവാ കടൽ. ആഴമാണ് ആഴിയുടെ മൗലികമായ ഉണ്മാവിശേഷം. അനന്തമായ വിസ്തൃതിയും വ്യാപ്തിയും ആഴവും പരപ്പുമാണ് ജലശേഖരത്തെ ആഴിയാക്കി തീർക്കുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് അടിച്ചു കയറുകയും അമാന്തം വിന കരയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ജലമാണ് തിരകൾ. ജലത്തിൽ നിന്നും അന്യമായ ഉണ്മ തിരകൾക്കില്ല. തിരകൾ അടിച്ചുയരുകയും ഇറങ്ങി മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പതയും നുരയും ജലത്തിൻ്റെ തന്നെ ഭാവരൂപാന്തരങ്ങളാണ്. ആഴിയിൽ തിരകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് പരിശോധിച്ചു നോക്കാം. ആഴികളാൽ ചൂഴപ്പെട്ട കരകളോടുകൂടിയ ഭൂമിയെ ആവരണം ചെയ്ത് നിലകൊള്ളുന്ന അന്തരീക്ഷവായു വെയിലേറ്റ് ചൂടുപിടിപ്പിക്കുമ്പോൾ വായു തന്മാത്രകൾ വികസിക്കുകയും അവ പരസ്പരം തള്ളി മാറ്റപ്പെടുകയും ചെയ്യും. ഈ തള്ളിച്ചയുടെ ആവേഗം വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ വായു പ്രവാഹമുണ്ടാകും. ആ പ്രവാഹമാണ് കാറ്റ്. കരയെ ആവരണം ചെയ്ത് നിലകൊള്ളുന്ന അന്തരീക്ഷവായു വെയിലേറ്റ് വികസിക്കുകയും കാറ്റടിക്കുകയും ചെയ്യുമ്പോൾ ആഴക്കടലിൽ നിന്ന് തണുത്ത അന്തരീക്ഷവായു കരയിലേക്ക് തള്ളിക്കയറും. ആ തള്ളിക്കയറ്റത്തിൻ്റെ ആവേഗശക്തി കടൽ വെള്ളത്തെയും കരയിലേക്ക് തള്ളിക്കയറ്റും. ഈ തള്ളിക്കയറ്റമാണ് തിരകളായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. ഈ ശാസ്ത്രസത്യം തിരകളുടെ കാര്യത്തിലും ബാധകമാണ്. അതുകൊണ്ട് തന്നെ കരയിലേക്ക് അടിച്ചു കയറുന്ന തിരകൾ കടലിലേക്ക് തിരിച്ചിറങ്ങുക തന്നെ ചെയ്യുന്നു. കടലാഴം ഉൽപ്പാദിപ്പിക്കുന്ന സമ്മർദ്ദ ഊർജമാണ് കടൽക്കാറ്റിന് ആധാരം. ഭൂഗർഭത്തിൽ ഉരുകിത്തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിലാദ്രാവകത്തിൻ്റെ തള്ളിച്ചയും ആ തള്ളിച്ചയുടെ ശക്തിയെ അമർത്തിക്കൊണ്ടിരിക്കുന്ന ആഴക്കടലിലെ ജലസമ്മർദ്ദത്തിൻ്റെ പ്രതിശക്തിയും ചേർന്നുണ്ടാകുന്ന ഊർജ രൂപഭാവാന്തരണമാണ് കടൽക്കാറ്റായി
പരിവർത്തനപ്പെടുന്നത്. അന്തരീക്ഷമണ്ഡലത്തിൻ്റെ അനന്തവ്യാപ്തിയും വിസ്തൃതിയും ഭൂമിയുടെ ഗോളാകൃതിയും ഭൂമിയെ സദാ വലിച്ചടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ കാന്തിക ആകർഷണ ശക്തിയും ആ ശക്തിയിൽ നിന്ന് കുതറി അകലാൻ ശ്രമിക്കുന്ന ഭൂമിയുടെ വികർഷണ ശക്തിയും എല്ലാം കൂടിക്കലർന്നുണ്ടാകുന്ന വിധാനീയ ശക്തിയാണ് ഭൂമിയെ ഭൂമിയാക്കി നിലനിർത്തുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേയമായ പ്രകൃതി വിലാസം എന്നേ ഉത്തരമുള്ളൂ. ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന ബോധ ചതുഷ്ടയത്തെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ സാക്ഷാത്കരിക്കാൻ സാധിക്കുമാറാകണമേ എന്നാണ് ഈ പ്രാർത്ഥനാ മന്ത്രത്തിൽ അർത്ഥിച്ചിരിക്കുന്നത്. എപ്രകാരമാണോ ആഴിയാകുന്ന ഏകവസ്തുവിൽ ആഴവും തിരയും കാറ്റും ചതുഷ്ടയ പൂരകങ്ങളായി വർത്തിക്കുന്നത്, അപ്രകാരം ദൈവമാകുന്ന ഏകസത്യത്തിൽ ഞങ്ങളും മായയും ദൈവമഹിമയും ദൈവവും ചതുഷ്ടയമായി വർത്തിക്കുന്നു എന്ന ബോധമുറപ്പിച്ചെടുക്കാനുള്ള ജ്ഞാനബലത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. പ്രകാശാത്മകതയും പ്രസാദാത്മകതയും ധനാത്മകതയും സമന്വയിക്കുന്ന ജ്ഞാനസ്വരൂപമാർന്ന പ്രതീക പുരുഷനാണ് ദൈവം. ദൈവിക പ്രഭാവത്താൽ ചൈതന്യവത്തായി തീർന്ന വ്യഷ്ടി ശരീരം പേറി ജീവിക്കുന്ന അല്പായുസുക്കളാണ് നാം. പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ വിലയം പ്രാപിക്കേണ്ട നമ്മുടെ ശരീരവും ആത്മതേജസ്സും നമ്മുടെ പ്രഭാവത്താലല്ല വർത്തിക്കുന്നത്. യാദൃച്ഛികതകളും അത്ഭുതങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞതാണ് ജീവിതം. ഉണ്മയില്ലാത്തവയിൽ ഉണ്മയെ ദർശിച്ച് വിഭ്രാന്തികളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഞങ്ങളും മായയും എന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഇതാണ്. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ മായാബോധവും സത്യബോധവും ഏകമായ അറിവിൻ്റെ രണ്ട് തലങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു കിട്ടുന്നതാണ്. സത്യബോധത്തിൻ്റെ അഭാവമാണ് മിഥ്യാബോധം അഥവാ മായ. സത്യസ്വരൂപനായ ദൈവം നമ്മുടെ ആത്മജ്യോതിസിൽ പ്രത്യക്ഷപ്പെടാതെ മറഞ്ഞു നിന്നുകൊണ്ടാണ് മായാബോധവലയത്തിൽ നമ്മെ തള്ളിയിടുന്നത്. വാസ്തവത്തിൽ നമ്മളും നാം കാണുന്ന ലോകവും മിഥ്യയാണ്. ഏകമായ സത്യത്തിൽ നിന്നും വിവർത്തം ചെയ്ത് ഭാസിക്കുന്ന പ്രതീതികളാണ് മിഥ്യാബോധത്തെയും തഥ്യാബോധത്തെയും ജനിപ്പിക്കുന്നത്. തഥ്യാബോധം മങ്ങാതെയും മറയാതെയും നിന്നാൽ മിഥ്യാബോധം അഥവാ മായ ഇല്ലാതെയായിത്തീരും. ഏകമായ സദ്വസ്തു ചിത്തത്തിൽ പ്രതിഷ്ഠിതമായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും പ്രതീതമാവുകയില്ല. ആ നിലയിലെത്തിച്ചേർന്ന സാധകന്റെ ആത്മബോധമാണ് ആത്മദൃക്ക്. ആത്മദൃക്കിൽ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും ബോധചതുഷ്ടയമായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. അഹം ബ്രഹ്മാസ്മി അഥവാ ഞാൻ ബ്രഹ്മമാകുന്നു. സർവം ഖലിതം ബ്രഹ്മ, ഇവിടെയുള്ളതെല്ലാം ബ്രഹ്മം തന്നെയാകുന്നു എന്നീ ഉപനിഷദ് വാക്യങ്ങളുടെ പൊരുളും വേദാന്ത സൂത്രത്തിലെ സദസദോരന്യോന്യകാരണത്വാത്, അതായത് സത്തിനും അസത്തിനും അന്യോന്യം കാര്യകാരണ ബന്ധമുള്ളതിനാൽ, അതുതന്നെ ആത്മാ അന്യത് കിഞ്ചിൻ ന അസ്തി, ആത്മാവിൽ നിന്നും അന്യമായി യാതൊന്നുമില്ല എന്നീ സൂത്ര പൊരുളുകളും സമന്വയിക്കുന്ന ഒരു ഔപനിഷദ പ്രാർത്ഥനാ മന്ത്രമാണിത്. ദൈവദശകത്തെ ദൈവ ഉപനിഷത്തായി ഉയർത്തുന്നതിൽ ഈ പ്രാർത്ഥനാ മന്ത്രത്തിനുള്ള സ്ഥാനം ചെറുതല്ല.